ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SNKR04 വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ശില്പ സനൽ. നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇടിഞ്ചക്ക വെച്ചുള്ളൊരു ചക്ക ബജ്ജിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക ബജ്ജിയാണിത്. നമ്മുടെ കോളിഫ്ലവർ ബജ്ജിയൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു ബജ്ജിയും കൂടെയാണ്. ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ പുറംഭാഗം നല്ലൊരു ക്രിസ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അന്നേരം ഇടിഞ്ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കിയിട്ട് വന്നാലോ. പോകാം വീഡിയോയിലേക്ക്. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു കുഞ്ഞു ചക്കയാണ്. അതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതുപോലെ അതിൻ്റെ മുള്ളുള്ള ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കളയാം. ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ കളഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും. ഇതിൻ്റെ ഈ മുള്ള് മാത്രമേ ഉള്ളൂ നമ്മൾ കളയുന്നുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മളിതിലേക്ക് ബജ്ജിയിലേക്ക് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തേക്കുന്നത്. ഇനി ഇതൊരു ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. അതെ, ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ അളവ്. എല്ലാം ഇതുപോലെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇതിൽ നമ്മളിനി ഒരു സാധനവും കളയുന്നില്ല. നടുക്കത്തെ ആ ഇതില്ല, കൂഞ്ഞിലെന്ന് പറയും, അത് മാത്രമേ നമ്മൾ കളഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുക്കറിലിട്ടൊന്ന് ഒരു വിസിലടിച്ചൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചക്ക എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കാം. ചക്ക ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന ഈ ചക്കയുടെ ഒരു അര ഭാഗത്തോളം നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ അടപ്പങ്ങ് അടച്ച് കൊടുക്കാം. ഇനി ഒരു ഫിസിൽ അടിച്ചെടുക്കണം. നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ഒരു ഫിസിൽ അടുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ഫിസിൽ അടിച്ചതിന് ശേഷം അതിനകത്ത് വെള്ളമെല്ലാം കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/4 കപ്പ് അളവിന് കടലമാവാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പത്തിരിപ്പൊടി, ഇടിയപ്പപ്പൊടിയില്ല, അതാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു 3 ടീസ്പൂൺ അളവിന് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എരിവ് വേണമെന്നുള്ളവർ 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടെ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് കൈ കൊണ്ടൊന്ന് ഇളക്കിയെടുക്കാം. കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഒത്തിരി വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലൂസായി പോകും. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടെടുക്കണം. നല്ല തിക്കായിട്ട് തന്നെ നമുക്കിത് കിട്ടണം, ഇതിൻ്റെ ബാറ്റർ. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 1/4 കപ്പ് അളവിന് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുഴയ്ക്കുന്നതിനനുസരിച്ച് ശകലീശ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പം നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ മിക്സിലോട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഇതൊന്ന് ഈ ചക്കയിലേക്ക് ഇത് ഫുള്ളായിട്ട് കോട്ടായിട്ട് കിട്ടണം. ഒത്തിരി ലൂസായി പോവുകയാണെങ്കിൽ ഇത് കോട്ടായി കിട്ടത്തില്ല. അതാണ് നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കണമെന്ന് പറഞ്ഞത്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 5-10 വെളുത്തുള്ളിയും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വറക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴത്തേനും അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ചക്ക നമ്മൾ വേവിച്ച് ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആക്കി എടുത്താൽ മതി. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിങ്ങ് കോരി മാറ്റാം. ഇപ്പോൾ 2 സൈഡ് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
ഇപ്പം നമ്മുടെ ചക്ക ബജ്ജി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. ഈ ടൈമിൽ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ അടുത്ത ട്രിപ്പും നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചക്ക ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചക്ക സീസണും അതുപോലെ തന്നെ വെക്കേഷനും ഒക്കെ അല്ലേ. അന്നേരം ഇതുപോലെ പൊട്ടുചക്കയോ അല്ലെങ്കിൽ ഇടിച്ചക്ക കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബജ്ജി ഉണ്ടാക്കിയൊന്ന് നോക്കുക. കുട്ടികൾക്കല്ല മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാവും. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതിൻ്റെ പുറംവശം നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. നമ്മുടെ കോളിഫ്ലവർ ബജ്ജിയൊക്കെ മാറി നിൽക്കും, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പം ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.